നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ ചെറിയൊരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, ഇന്ന് നമ്മൾ വളരെ വേഗത്തിൽ എന്നാൽ വളരെ ഡീപ്പായിട്ട് തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. ജീവിതത്തിൽ നമ്മളെയെല്ലാം എപ്പോഴെങ്കിലും ഒന്ന് പുറകോട്ട് വലിച്ചിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ ചിന്താഗതിയെ തന്നെ മാറ്റാൻ കഴിയുന്നൊന്നാണിത്. നമുക്ക് തുടങ്ങാമല്ലേ? ശരി, നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്താണ് ശരിക്കും പരാജയം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജീവിതത്തിൽ എന്തെങ്കിലും പുതിയതായി തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു ചെറിയ റിസ്ക് എടുക്കാനോ നിങ്ങൾ എപ്പോഴെങ്കിലും മടിച്ചിട്ടുണ്ടോ? അയ്യോ, ഞാൻ തോറ്റുപോയാലോ എന്നുള്ള ആ ഒരു ചിന്ത, അത് നമ്മളെ പലപ്പോഴും അവിടെ തന്നെ തളർത്തി കളയാറുണ്ടല്ലേ? ആ ഒരൊറ്റ പേടി കാരണം എത്ര നല്ല അവസരങ്ങളാണ് നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഭയത്തെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്? നമ്മുടെ ഈ ചിന്താഗതിയെ അടിമുടി മാറ്റാൻ പോകുന്നൊരു കാര്യമാണിത്. നമ്മൾ ഇതുവരെ പറഞ്ഞ ആ പേടിക്കുള്ള ഏറ്റവും കൃത്യമായ മറുപടി ഇതാണ്. ആ വാചകം: ഫെയിലിയർ ഭയന്ന് ട്രൈ ചെയ്യാതിരിക്കുക, അതാണ് ബിഗ്ഗസ്റ്റ് ഫെയിലിയർ. അതെ, തോൽക്കുമോ എന്ന പേടി കാരണം ഒന്ന് ശ്രമിച്ചുപോലും നോക്കാതിരിക്കുന്നതാണ് ശരിക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പരാജയം. കാരണം നമ്മളൊരു കാര്യം ചെയ്യാതിരിക്കുമ്പോൾ അവിടെ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ തന്നെ ഇല്ലാതാക്കുകയാണ്. സ്വന്തമായിട്ട് പരാജയം ഉറപ്പിക്കുകയാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളല്ലേ സംഭവിക്കുക? ഒന്നുകിൽ ജയിക്കും, അല്ലെങ്കിൽ തോൽക്കും. എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് അനുകൂലമാണെങ്കിലോ? അതെ, അതാണ് സത്യം. നമ്മൾ തോറ്റാൽ, അതായത് നമ്മൾ ലൂസായാൽ, നമുക്ക് വലിയൊരു പാഠം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതായത് ഒന്നിനും പകരം വെക്കാനാവാത്ത വലിയൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നു. ഇനി മറുവശത്ത് നമ്മൾ ജയിച്ചാലോ, അതായത് വിന്നായാൽ, അവിടെ നമുക്ക് സക്സസ് അഥവാ വിജയം കിട്ടുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മളൊരു റിസ്ക് എടുക്കുമ്പോൾ അവിടെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല, കിട്ടാൻ മാത്രമേ ഉള്ളൂ. അനുഭവമായാലും വിജയമായാലും രണ്ടും വലിയ നേട്ടങ്ങൾ തന്നെയല്ലേ? അപ്പോ ഇത് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഒന്നെങ്കിൽ വിജയം, അല്ലെങ്കിൽ ഒരു കിടിലൻ പാഠം. ശ്രമിച്ചാൽ നിങ്ങൾക്കൊരിക്കലും ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അപ്പോ ഈ ഒരു നിമിഷത്തില് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: നിങ്ങൾ എന്താണ് ട്രൈ ചെയ്യാൻ കാത്തിരിക്കുന്നത്? തോൽക്കുമെന്ന് പേടിച്ച് നിങ്ങൾ ഇന്നുവരെ മാറ്റിവെച്ച ആ കാര്യമേതാണ്? ഈ ഒരു ചോദ്യത്തോടെ ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ ആ വലിയ ചുവടുവെപ്പ് നിങ്ങൾ നടത്തുക. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കൂ.